9,000 സ്ക്വയർ ഫീറ്റിന് പോട്ടെ, എൻ്റെ നോട്ടത്തിൽ 5,000 സ്ക്വയർ ഫീറ്റിന് മേലെ പണിയുന്ന എല്ലാത്തിനും ശരിക്കും പറയാം യു ഷുഡ് കൺസൾട്ടൻ്റ് എ നോളജബിൾ പേഴ്സൺ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 5,000 സ്ക്വയർ ഫീറ്റിന് എങ്ങനെ നോക്കിയാലും ഒരു 1.5 കോടിക്ക് മേലെ ഒരു ചിലവുണ്ട്. ആ 1.5 കോടി നിങ്ങൾ കൺസ്യൂം ചെയ്യുന്ന ഭൂമിയുടെ ഇല്ലാത്ത മണലും ഭൂമിയുടെ ഇല്ലാത്ത റിസോഴ്സസുമാണ് കൺസ്യൂം ചെയ്യുന്നത്. സോ ഇറ്റ് ഹാസ് ടു ബി സ്പെൻഡ് വൈസ്ലി. അവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു സാമൂഹിക ഉത്തരവാദിത്തമാണ്, ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണെന്ന ആ ഒരു കാഴ്ചപ്പാടാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇപ്പോൾ ചെറുത് 1,500 സ്ക്വയർ ഫീറ്റ് ഇറ്റ് ഈസ് അണ്ടർസ്റ്റാൻഡബിൾ എന്ന് പറഞ്ഞാൽ ഒരു ആർക്കിടെക്റ്റ് വേണ്ട, എല്ലാവരുടെ കയ്യിലും ഒരു മിനിമം എക്സ്പ്രഷനുള്ള അറിവ് എല്ലാ മനുഷ്യർക്കും ഉണ്ട്. നമ്മളൊക്കെ ചെയ്യുന്നത് ഇപ്പം നമ്മൾ അങ്ങനെ ഉത്തമത്തിലൊരു അറിവുള്ളവനായതുകൊണ്ട് അല്ല നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഒരു ചെറുതാണെങ്കിലും നമുക്കതിങ്ങനെ ചെയ്യാം എന്നൊക്കെ ഒരു ഗൈഡൻസ് കൊടുക്കാം. നോട്ട് എവരി വൺ ഈസ് കേപ്പബിൾ ടു അഫോർഡ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ആയിരിക്കും. ചെറിയതാണെങ്കിൽ നമുക്ക് ചെയ്തോ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ. പക്ഷേ വലുതാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കൺസൾട്ടൻ്റ് നീഡാണ്. ഇപ്പോൾ ഗവൺമെൻറ്റും പലപ്പോഴും അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ വലിയ പ്രോജക്ട്സ് ആകുമ്പോഴത്തേന് ഇപ്പം എന്താ പറയുന്നത് ഇലക്ട്രിക്കൽ ഓഡിറ്റിങ് ഇതെല്ലാം വരുന്നുണ്ട്. പയ്യെ ഇനിയും അതെല്ലാം വളരെ ശക്തമായ റൂളുകളായിട്ട് വരാൻ സാധ്യതയുള്ള റൂളുകളാണ്. നിങ്ങൾ ഇത്ര ഇലക്ട്രിസിറ്റിയാണ് കൺസ്യൂം ചെയ്യാൻ പോകുന്നത്. 9,000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു പ്രോജക്റ്റ് എന്ന് പറയുമ്പോഴത്തേന് ഇത്ര ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ അതായത് 10 ഒരു ഇൻഡസ്ട്രിക്ക് കൊടുക്കേണ്ട ഒരു ഇലക്ട്രിസിറ്റിയാണ് ഒരു 10,000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് കൺസ്യൂം ചെയ്യാൻ പോകുന്നത്. ചിലപ്പോൾ അതിൻ്റെ അകത്ത് ഒരാളായിരിക്കും താമസിക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പല സാമൂഹിക ചിന്തകൾക്കും ഉത്തരം കൊടുക്കേണ്ടതും നമ്മുടെ കയ്യിൽ ധനമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഒരു പ്രോജക്റ്റ് ആവരുത് അത്. അപ്പം ഇതുകൊണ്ടാണ് ഇറ്റ് ഈസ് നെസസറി ദാറ്റ് യു ഹയർ എ പേഴ്സൺ ഫോർ എ ബിഗ് പ്രോജക്റ്റ്. ഇഫ് യു ആർ ഏബിൾ ടു അഫോർഡ്, ട്രൈ ടു അഫോർഡ് എന്നുള്ള രീതിയിൽ എനിക്കെപ്പോഴും അഡ്വൈസ് ചെയ്യാനുള്ളത്. സാർ ഇപ്പോൾ